എന്തടി കുളിക്കാൻ പോക്ക എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളുടെ യാത്ര തുടർന്നോണ്ടിരിക്കാണ്. അതന്നെ. അപ്പൊ ഞങ്ങള് നേരെ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണാം. ഇതാണെന്നാണ് തോന്നണത്. കാരണം നമ്മുടെ വീഡിയോസിലും സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഇങ്ങനെയാണ് വീഡിയോയിൽ കണ്ടത്. വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടത് ഈ ലുക്കിലായിരുന്നു. 3 സ്റ്റെപ്പായിട്ട് നിന്നിരുന്നു. അതന്നെ. അപ്പൊ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. എൻജോയ്ഡാ. അമ്മ വരാം. പോവാ. ഗ്രേസോ, ഇവിടെ കാണുന്ന ചെടികൾ കണ്ടാ? ഇതുകൊണ്ടാണ് ചായല ഉണ്ടാക്കണേ. ഈ ഇല നുള്ളിട്ടാണ് ചായല ഉണ്ടാക്കണേ. നമ്മള് ചായ കുടിക്കില്ലേ? അയല അതിന്റെ പൊടി ഉണ്ടാക്കുന്നതും നമ്മൾ ചായ കുടിക്കുന്നത് ഈ ഇല എല്ലാം ഉണ്ട്. സൂപ്പർ വ്യൂ ആണല്ലേ? അടിപൊളി. ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റണല്ലോ കേട്ടോ. സ്റ്റീവ് ശരിക്കും ഈ ഗ്ലാസിന്റെ മുകളിൽ തലയിട്ടിട്ടൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവനെ ഞാനൊന്ന് ഇരുത്താൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം. ആരും കയറാണ്ടിരിക്കാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളിതേ മൂന്നാറിലാണ്. ഗ്രേസും സ്റ്റീവും വീടും ഒക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. നല്ല വെയിലാ. ഇവിടെ നോക്കുമ്പോ നല്ലൊരു വ്യൂ ആണ് അങ്ങോട്ട്. കണ്ടോ? അടിപൊളി. അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ സ്ഥലത്ത് എത്തി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആനയിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പേടിയാണ്. ഇവിടുത്തെ ആചാരങ്ങളാണോ? അപ്പം ഞങ്ങൾ മൂന്നാറിൽ വന്നിട്ട് താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, ചാണ്ടീസ് വിൻഡി വുഡ്. അപ്പം ഞങ്ങൾ കുറേ റിവ്യൂസും കുറേ വീഡിയോസും അങ്ങനെയൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഫൈനലി ഡിസൈഡ് ചെയ്തത് ഇവിടെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തു. പിന്നെ അവർ വെൽക്കം ഡ്രിങ്കും പിന്നെന്താ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ തന്നായിരുന്നു. പിന്നെ ഇനി അവർ റൂമൊക്കെ സെറ്റാക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഗ്രേസും സ്റ്റീവും ആണെങ്കിൽ അവിടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്നായിരിക്കും. ആ ഒരു രീതിയിലാണ് റൂം ബുക്ക് ചെയ്തായിരുന്നത് കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ. എന്നിട്ടാണ് അവർ ടൈം പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് ഒരു 2 മണി സമയത്താണ് പറഞ്ഞായിരുന്നത്. ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ ആ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ എത്തി. ഒരു ഇച്ചിരി നമ്മൾ ലേറ്റായി. അപ്പം അതനുസരിച്ച് അവർ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഷെഫ് നിബുവിനെ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ സാറിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും റീൽസൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ റൂമിൽ പോവാം. സ്റ്റീവിൻ്റെ നല്ലൊരു അടിപൊളി ഉറക്കം കഴിഞ്ഞ കാരണം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നേരം ഇവിടെ ഫ്രണ്ടിൽ 2 പേരും കൂടി ഓടി കളിക്കായിരുന്നു കേട്ടോ. ഗ്രേസ് ഒളിച്ച് കളിക്കും, പിന്നാലെ അവൻ ഓടി വരും. അങ്ങനെ 2 പേരും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തുടങ്ങിയുള്ള ട്രാവലിംഗ് ആണ്. അപ്പോൾ കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഫൈനലി അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കയറി.
അപ്പൊ ഇത്തരം പുറത്തിരിക്കുകയായിരുന്നു. ഒരു റൂം സർവീസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ കയറ്റി. ആദ്യമായിട്ടാണ് ഞാനും മിടുവും കൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പൊ യൂട്യൂബിൽ കുറെ റിവ്യൂസ് കണ്ടു നമ്മുടെ വിൻഡീസ് വുഡിന്റെ. അപ്പൊ അങ്ങനെയാണ് ഞാനിവിടെ റൂം ബുക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയേക്കണ്. അപ്പൊ എന്തായാലും ഇഷ്ടമായി, അടിപൊളിയായി. മിടുവിന്റെ മുഖത്ത് ഞാൻ സന്തോഷം കണ്ടു. അതാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം എപ്പോഴും ഇവൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം നിങ്ങൾ മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഗ്രേസ് ആയാലും ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഒരു വെക്കേഷന് ഞങ്ങൾ പുറത്തെവിടെയും പോയിട്ടില്ല. ഞങ്ങളുടെ അടുത്തുള്ള പാർക്കുകളിലും അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയേക്കണം. പോകാൻ പറ്റാറില്ല. അപ്പൊ അവളെപ്പോഴും പറയാം എന്റെ ഫ്രണ്ട്സ് ഒക്കെ മൂന്നാറിൽ പോയി, എന്നെ കൊണ്ടുപോയില്ല, അങ്ങനെയല്ല. മൂന്നാർ എന്താന്ന് അവൾക്ക് അറിയില്ല. പക്ഷെ മൂന്നാറിൽ പോയി എന്ന് പറയുന്ന ആൾക്ക് എന്താണെന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് വന്ന വഴിക്കുള്ള കാഴ്ചകൾ നമ്മൾ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അപ്പൊ ഇവിടെ ഞങ്ങൾ കയറി വന്ന് റൂം ഇപ്പൊ കിട്ടി. അപ്പൊ അതെ അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അതെ, ആദ്യത്തെ ഞങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടലിലെ റൂം. ഇതാണ് വാതില്. ഇവിടെ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഇവിടെ ഷെൽഫ്. അതെ, ഇവിടെ ഷെൽഫ്, സാധാ ഷെൽഫ്. ചാണ്ടീസ് വിൻഡി വുഡ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതലും വുഡിലാണ് എല്ലാം ചെയ്തേക്കണത്. ഇത് നമ്മള് അയൺ ബോക്സും പിന്നെ നമ്മുടെ ലോക്കർ സിസ്റ്റം, പിന്നെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അയൺ ചെയ്യാനുള്ള ടേബിൾ ഉണ്ട്. ആദ്യം ബാത്റൂം ലാസ്റ്റ് കാണിക്കാൻ വിടൂ. നമ്മളൊരു വീട് പരിചയപ്പെടുത്തുമ്പോ ആദ്യം ഇവിടെ. അപ്പൊ ലഗേജും കാര്യങ്ങളൊക്കെ അവരിത് ഇവിടെ കൊണ്ടുവച്ചു. എനിക്ക് ഇഷ്ടമായിട്ട് നല്ല സർവീസ് ആയിരുന്നു. ഞങ്ങളെ ആനയിച്ചു കൊണ്ടു ഇങ്ങോട്ട്. അതെന്തായാലും ഇതായി. ഞങ്ങളുടെ റൂം നമ്പർ 2001. നമ്മുടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ. ലൈറ്റ് ഇച്ചിരി കുറവുണ്ട്. നമ്മൾ ഈ കർട്ടനുകളെല്ലാം തുറന്നിട്ടില്ല, അതുകൊണ്ടുണ്ടോ. അപ്പൊ ലൈറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചായ, കാപ്പി, ബിയറോ ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ഇതെന്തൊരു സാധനം, ഇത് വേണമെങ്കിൽ കുടിക്കാം. നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ മതി. പാക്കഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ല, ഞാൻ വെച്ച് ഓടിക്കാണ് കേട്ടോ. എല്ലാം അവൈലബിൾ ആണ്. അല്ല, ഇത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഞാൻ കുപ്പിയൊക്കെ പെട്ടെന്ന് കണ്ടു വിചാരിച്ചു. ചില ഐറ്റംസ് എടുക്കണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. ചില ഐറ്റംസ് അല്ല, ഇതിൽ എന്തെടുക്കണമെങ്കിലും പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പേയ്മെന്റിന്റെ ലിസ്റ്റ് വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് എന്തെടുത്താലും ആ പൈസ അവർ കട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം, TV, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ. ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഇതില് മിനി ബാറിന്റെ ഉള്ളിൽ സാധനങ്ങൾ. പെപ്സി ഇല്ല, ഒരു ഗാലക്സി സാധനം കണ്ടത്. പക്ഷെ പെപ്സി വേണം. പെപ്സി ഇല്ലാണ്ടുള്ള പരിപാടി ഇല്ല. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ TV അല്ല, അവരുടെ TV. ഇന്ന് നമ്മുടെ TV ആണ്. ഇന്ന് നമ്മുടെ TV. അതെ, ഇതിപ്പോ ഞങ്ങളുടെ സ്വന്തമാണ്. ഞങ്ങളുടെ സ്വന്തം റൂമാണിത്. പിന്നെ വേറെ 5 മണി കഴിഞ്ഞോ? 4 മണി. സമയം നോക്കാൻ അറിയാത്തോളം കൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഇവിടെ 2 ആൾക്കാർ വന്നപ്പോ എന്നെ കിറങ്ങി അടിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ ഗ്രേസ് ഇവിടെ. പിന്നെ ഇവിടെ ചാരുകസേര ഉണ്ട്. എന്തടി അതാണ് പറഞ്ഞ, എനിക്കറിയില്ല. ഇവിടെയൊക്കെ ലൈറ്റുകൾ ഉണ്ട് കേട്ടോ വേറെ. അപ്പൊ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയും ലൈറ്റ് തോന്നുമായിരിക്കും. അല്ല, എടുത്തു പറയേണ്ട മെയിൻ കാര്യം ഇവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ട് കേട്ടോ. അതല്ല എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ 5 സ്റ്റാർ ഫെസിലിറ്റിയും. ഇതാണോ 5 സ്റ്റാർ ഫെസിലിറ്റി എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ട്. എടുത്തു പറയേണ്ടത് ഈ ബെഡിന്റെ ഹൈറ്റ് ആണ്. ഇത് നോക്കിയേ. അല്ല, ഇതുമ്മ ചവിട്ടിയാണ് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല സൂപ്പർ മാട്രസ് ആണ് ഇതിന്റെ മുകളിൽ ഇട്ടേക്കുന്നത്. ബെഡിന് നല്ല ഹൈറ്റ് ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞ് ലൈറ്റ് ഇനി ഇവിടുന്ന് കാണിച്ചാൽ കാണും. ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളിത് റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോ അതെ
ഈ പടം പതിപ്പിച്ച ഗ്ലാസ് ഇവരുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. താങ്ക് യു ചാൻഡീസ് വിൻഡി വുഡ്. നമ്മൾ പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയി. പെട്ടെന്ന് ഞങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ അതായത് ഞങ്ങൾ വന്നതിന് ശേഷം, അതായത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇവര് ഫേസ്ബുക്കിൽ നിന്നോ ഇത് എവിടെന്നാണ് ഈ ഫോട്ടോ എവിടെന്നോ ഇവര് തപ്പിയെടുത്താണ്. അങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പേര് കണ്ടിട്ട് അവരടിച്ച് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എവിടെന്നോ അടിച്ചെടുത്ത് അങ്ങനെ എന്തായാലും ചെയ്താണ്. അതെന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സന്തോഷമായി. വേറെ എന്തൊരു പെട്ടിയും കൂടി ഉണ്ട്. എന്നിട്ടാ അത് കപ്പിന്റെ പെട്ടി ആയിരിക്കില്ലേ? ആണോ? ആ കപ്പിന്റെ പെട്ടി. അതെ, താറാവിനെയൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. എനിക്ക് എന്തായാലും ബെഡിന്റെ ഏരിയ ഇഷ്ടപ്പെട്ടു. ഒരു രാജാവിന്റെ ഒരു ഓക്കെ അങ്ങനെ സെറ്റാക്കട്ടെ. ഇപ്പുറത്തും ഉണ്ട് ഒരു ടേബിള്, മൊബൈലൊക്കെ. അതേ ഇവിടെ സ്വിച്ച് കണ്ട വെറുതെ. അയ്യോ ഫാനൊക്കെയാണല്ലോ കറങ്ങിയ. അവിടെ നീല ലൈറ്റ് ഒക്കെ എത്തി. കത്തട്രീ ലാവിഷായിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഇപ്പൊ നീല കളർ കാണുന്നില്ല ഇവിടെ. സൂപ്പർ ഡിലക്സ് അല്ല, പ്രീമിയം ഡിലക്സ്. സൂപ്പർ ഡിലക്സ് ആണോ പ്രീമിയം ഡിലക്സ് ആണോ? പ്രീമിയം ഡിലക്സ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത് പ്രീമിയം ഡിലക്സ് ആയിരുന്നു. അതിന് ചാർജ് വന്നിരുന്നത് 16,425 അതിന് ചാർജ് വന്നത് 16,425 പക്ഷേ അതായത് ഇവിടെ റൂം ഇത് ഫ്രീ ആന്ന് പറഞ്ഞ് അവർ ഇതിലേക്ക് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ചാർജ് എത്ര? അതിനേക്കാളും വലിയ റൂമാണിത്. ഇത് എന്തോ സ്യൂട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വേറൊരു കാറ്റഗറി പെട്ടതാണ്. എന്തായാലും പ്രീമിയം ഡിലക്സ് നല്ല റൂമുണ്ട്, അടിപൊളിയായിരുന്നു. അതിന്റെ ഇത് സെക്കൻഡ് ഫ്ലോർ, രണ്ടാമത്തെ, അതായത് 3 സ്റ്റെപ്പായിട്ട് ഈ ഹോട്ടൽ നിൽക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും അടിയിലത്തെ ആയിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. കാരണം അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അതിന്റെ അടിയിലേക്ക് പിന്നെ വേറെ ബാൽക്കണി കാര്യങ്ങളൊന്നുമില്ല, നേരെ ഔട്ട് സൈഡിലേക്കുള്ള വ്യൂ ആണ്. പക്ഷെ ഇതിന്റെ വ്യൂ വരുമ്പോ ബാൽക്കണി തുറക്കോ ചേച്ചി? ഇതിന്റെ വ്യൂ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. ഇതിന്റെ അതെ, പക്ഷെ നമ്മുടെ അടിയിലത്തെ റൂമായിരുന്നെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇല്ലായിരുന്നു. നേരെ അടിയിലേക്ക് ഫുൾ വ്യൂ ആയിരുന്നു അങ്ങോട്ട്. പക്ഷെ ഞങ്ങൾ വീണ്ടും അവിടെ പോയി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു ആ റൂം തന്നെ ഞങ്ങൾക്ക് നോക്കട്ടെ. അവിടെ പോയി നോക്കിയപ്പോൾ റൂമിന്റെ ഉള്ളിലത്തെ ഫെസിലിറ്റിയിലൊക്കെ കുറവുണ്ട്. പുറത്ത് ആ വ്യൂ ഗ്രേസിനാണെങ്കിൽ ഈ റൂം തന്നെ വേണമെന്ന് ഭയങ്കര വാശിമീന. അവിടെ ഇരിപ്പായിരിക്കും. നീ ഒന്ന് ഉറക്കനെ പറയടി, മൈക്കില്ല, സൗണ്ട് കേൾക്കണില്ല. അപ്പൊ എന്തായാലും സെറ്റപ്പാണ്. ആ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വീഡിയോ കൂടെ കാണണ്ടോ അറിയില്ലടി ഇത്രയും ദൂരേക്ക്. അയ്യോ ഇവനിവിടെ വന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കാലിട്ട് അങ്ങോട്ട് ഇത് കാലിന്റെ ഇടയിൽ കൂടെ ഇട്ട് കയറിയിരിക്കണം. എങ്ങനെ സ്ലിപ്പായാലോ. അപ്പൊ ഇനി അതെ, ഇവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ട്. സൂപ്പർ. അതായത് ആക്ച്വലി ഒരു നല്ല അത്യാവശ്യം അടിപൊളിയാണ്, സൂപ്പറാണ്. ഇനി കാണിക്കാനുള്ള ഇതെന്റെ പേഴ്സ് എടുത്തിട്ടു. ഇനി ടോയ്ലറ്റ്, വാഷ്റൂം. ഇവിടെ ലൈറ്റ് അവൻ നോർമൽ ലൈറ്റ് വേണം. നമ്മുടെ ബാത്റൂമിൽ ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ. അതെ, സോപ്പ് വെച്ചിട്ടുണ്ട്, ടവല്, ഇപ്പൊ സാനിറ്ററി ബാഗ്, ഷേവിംഗ് കിറ്റ്, സാനിറ്ററി ബാഗ്, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ് ആയിരിക്കും, കോമ്പ് എല്ലാം ഉണ്ടല്ലേ. അങ്ങനെ എല്ലാരും ഉണ്ട്. മോയ്സ്ചറൈസറും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നമ്മുടെ മുടി ഉണക്കണ സാധനം, ഡ്രയറും എല്ലാം ടവലിട്ടിട്ടുണ്ട്. നമുക്ക് കുളിക്കാം. കുളിക്കാൻ പോവാ? എനിക്കറിയില്ല. ഒന്ന് ചെല്ലടി. ആദ്യമായിട്ടായിരിക്കും ബാത്റൂമിന്റെ ഉള്ള ഒരാൾ റിവ്യൂ ചെയ്യണേ. തുറന്നു അത് കൈയിട്ടു. അയ്യോ, ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്ന. പിന്നെ പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, നമുക്കിത് തകർക്കാൻ പറ്റും. എല്ലാം ഉപയോഗിക്കും.
എന്താ ഗ്രേസ്? ഞാൻ ആ ബിസ്ക്കറ്റ് ഇങ്ങോട്ട് ഏത് ബിസ്ക്കറ്റ്? ഡാർക്ക് ഫാൻസി. കഴിച്ചു കുളിച്ച് കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ ഇടാമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ദേ ഇത് നമ്മുടെ ഇങ്ങനെ നോക്കാം. അത് നിന്റെ മുന്നിൽ കണ്ണാടിയില്ല, ആ കണ്ണാടി നോക്കിയാൽ പറ്റില്ലെങ്കിൽ ഓക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ള കാര്യം. ഇനി ഇവിടെ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടോ? എടി കൊടുക്കടി, അതിനും കൊടുക്കടി. അതെ ആദ്യം തന്നെ എനിക്ക് അരമണിക്കൂർ കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളിലേക്ക് പോണം. കുളിക്കാനൊക്കെ നമുക്ക് പൂളിൽ പോയിട്ട് വന്നാലെന്നാ? ആണോ? സുഖമായിട്ട് കുളിക്കാം. ഒന്ന് ആദ്യം പുളി പോവാ. അല്ല നമുക്ക് കുളിച്ചിട്ട് പൂളിൽ പോവാം. ഓക്കെ അപ്പൊ എന്തായാലും അതെ പൂളിൽ പോണം. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോ കാണാം. ഇവിടെ ഒരു കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഇതുകൂടി തകർക്കുവോ? ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളാം. ഈ കാര്യം പറഞ്ഞില്ല. ഇത് പിടിച്ചേ. മറ്റേ ഇവിടെ ടേബിള്, ഒരു ടേബിൾ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അതെ ശരിക്കും നമുക്കത് സ്പേസ് ഇല്ലല്ലോ ചേട്ടാ. നമുക്ക് വീട് വേണമെന്ന് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ടേബിളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങള് ബുക്ക് ചെയ്തതിനേക്കാളും അടിപൊളി റൂമാണ് ഇവര് നമുക്ക് തന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റൂം ബുക്ക് ചെയ്യണമെങ്കിലേ ഏറ്റവും താഴെയുള്ള പ്രീമിയം ഡിലക്സ് റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 900 അല്ലല്ലോടി. ഏത് റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്? നമ്മൾക്ക് കാണിച്ചിരുന്ന റൂമായിരുന്നു 9001 അങ്ങനെയാന്ന് തോന്നുന്നു റൂം നമ്പർ. 9000 തുടങ്ങണത് അതാണ്. ആ സൈഡിലായിരുന്നു. അപ്പൊ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടും. അത് മാത്രമല്ല നല്ല മലയൊക്കെ കാണാൻ പറ്റും. കോടയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ കോടയും കൂടി നമുക്ക് കാണാൻ പറ്റും. രാവിലെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഈ സമയത്ത് കോടയൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അത് ഇവിടെയല്ല, മീൻസ് നമ്മൾ വന്നപ്പോൾ പുറത്തൊക്കെ നോർമൽ ഒരു 30 ഡിഗ്രി ആ ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങളും ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. ഇവിടെ പെട്ടെന്ന് കൂടിയല്ലോ. ഗ്രേസ് ബൈ ബൈ പറ. ബൈ ബൈ. അവനെന്റെ കപ്പെടുത്തിട്ട് പോണ്.